അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൽ മുട്ടയും അതുപോലെ പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ എഗ് സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള മുട്ടയാണ്. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ടോ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഒരുപാട് പൊടിച്ചെടുക്കേണ്ട, ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പകുതി വേവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ്. എന്നിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തും എടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് തിളപ്പിച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞ ശേഷം അതൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു പകുതി തക്കാളി അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം മാറ്റിയിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുക്കുംബറാണ്. ഉപ്പിലിട്ട് വെച്ച കുക്കുംബറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങ നീരിൽ ഒരു പകുതി കുക്കുംബർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ വെച്ച ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം, കുരുമാറ്റിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മയണൈസാണ്. മയണൈസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മയണൈസ് റെഡിയാക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. മയണൈസിൻ്റെ വീഡിയോ നമ്മളിതിന് മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ഇനി അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുത്ത ശേഷം ഞാൻ അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ച് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഫില്ലിംഗ് വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ എത്ര ലെയർ ആക്കിയിട്ടാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സാൻഡ്വിച്ച് 3 ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ഈ അളവിൽ ഇതേപോലത്തെ ഒരു 4-5 സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാവും ഇതേപോലെ 3 ബ്രെഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സാൻഡ്വിച്ചും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഒരു സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ബട്ടർ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാനിൽ ചെയ്തെടുത്താലും മതി. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ബ്രെഡ് ഒരുപാട് പരന്ന് നന്നായിട്ട് തിന്നായിട്ട് ഭയങ്കര ക്രിസ്പി ആയി പോകും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ക്ലോസ് ചെയ്യാതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് മൊത്തത്തിൽ ക്ലോസ് ആക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാൻഡ്വിച്ച് കൂടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.